السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى على معصية الكرم. يا سيدي سندي قولي ويا مددي كل الذي منع الأعداء بالمدد مجير علمي ومدد بيدي مدى مددي خليفة الله فينا مولي الدين. يا مولي الدين يا مولي الدين يا مولي الدين عبد القادر الجيلاني. يا مولي الدين يا مولي الدين يا مولي الدين عبد القادر الجيلاني. يا مولي الدين يا مولي الدين يا مولي الدين يا عبد القادر الجيلاني. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതശ്രേഷ്ഠരെ, സത്യവിശ്വാസികളെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അല്ലാഹുവെ കാണാൻ സൗഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മസംസ്കരണത്തിന് അനിവാര്യമായ ഘടകമാണ് ത്വരീഖത്തിനെ കുറിച്ച് കേരളത്തിലുടനീളം നിന്ന് വ്യാപകമായി ചർച്ചകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ത്വരീഖത്തിനെ വളരെ വികലമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ത്വരീഖത്തിന്റെ യഥാർത്ഥമായ വശമെന്ത് നേതൃത്വം നൽകുന്ന ഖാദിരിയ്യ ത്വരീഖത്തിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ എന്തെല്ലാം, അതിന്റെ വസ്തുത എന്ത് എന്നിവ വിശദീകരിക്കാനാണ് വളാഞ്ചേരി ജീലാനി ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥി സംഘടന റൗസിയ സ്റ്റുഡന്റ് സെന്റർ ഇങ്ങനെ ഒരു പ്രവർത്തനമായി മുന്നിട്ടിറങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമകാലിക കേരള മുസ്ലിം സമുദായത്തിന്റെ ധാർമ്മിക അധപതനത്തെ കുറിച്ച് മതസംഘടനകൾക്കിടയിൽ രണ്ടഭിപ്രായമില്ല. ഏത് മതസംഘടനകളും അവരുടെ സമ്മേളനങ്ങളിലും സിംപോസിയങ്ങളിലും സെമിനാറുകളിലും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ജീർണതയെ കുറിച്ചാണ്, അബദ്ധ സഞ്ചാരത്തെ കുറിച്ചാണ്. കേരളത്തിലുടനീളം 10,000-കണക്കിന് മദ്രസകളുണ്ടായിട്ടും 1000-കണക്കിന് പള്ളികളുണ്ടായിട്ടും 100-കണക്കിന് അറബി കോളേജുകളുണ്ടായിട്ടും അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ടായിട്ടും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരികമായ ജീർണതയ്ക്ക് എന്തുകൊണ്ട് പരിഹാരം നൽകാൻ സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏക ഉത്തരം ആധുനിക മുസ്ലിം സമുദായം പൂർവികർ സഞ്ചരിച്ച പരിശുദ്ധമായ പാതയിൽ നിന്ന് അകന്നോ എന്നതാണ്. പൂർവിക മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. പൂർവകാല മുസ്ലിം ജനസഞ്ചയത്തിന്റെ സാംസ്കാരികമായ അഭിവൃദ്ധിക്കും ഔന്നത്യത്തിനും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് അവർ തങ്ങളുടെ ആത്മസംസ്കരണത്തിന് വിശുദ്ധമായ ത്വരീഖത്തിനെ നിർബന്ധത്തോടെ സ്വീകരിച്ചു എന്നതായിരുന്നു. ഇന്ത്യ രാജ്യത്ത് അതിനെ ശക്തികൾ കാലുകുത്തിയപ്പോൾ അവർക്കെതിരെ സന്ധിയില്ലാത്തവരെ പ്രഖ്യാപിച്ച ധാർമ്മികമായ ഗവൺമെന്റിനെ നികുതി രാജ്യങ്ങൾ തയ്യാറല്ല എന്ന് ഉച്ചരിക്കണ പ്രഖ്യാപിച്ചുകൊണ്ട് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത നീബു സാഹിബിന്റെ മുഖത്തേക്ക് കാത്തിരിപ്പിയ ഉമർഖാദിയുടെ ചരിത്രവും ആലിമുദ്യാരുടെയും മഹ്ദൂം പണ്ഡിതന്മാരുടെയും എല്ലാം ചരിത്രം അവർ
നിർബന്ധപൂർവ്വം സ്വീകരിച്ചിരുന്നു. പൂർവ്വകാല മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരികമായ അഭിവൃദ്ധിക്കും ഔന്നത്യത്തിനും സുപ്രധാനമായ പങ്കുവഹിച്ചത് ത്വരീഖത്തായിരുന്നുവെന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. എന്നാൽ ആധുനിക മുസ്ലിം സമുദായം പൂർവികർ സഞ്ചരിച്ച പരിശുദ്ധ പാതയിൽ നിന്ന് പൂർണ്ണമായും മാറുന്നു എന്നതാണ് പരാജയത്തിന്റെ കാരണം. ഇന്ന് യുവാക്കളോട് ചിന്തപ്പെടുത്തുന്നത് ചോദിച്ചാൽ അവരാണെങ്കിൽ പാശ്ചാത്യരുടെ വാരാട്ടികളായി മാറി. ജനങ്ങൾക്ക് മാതൃകായോഗ്യമാകേണ്ട പണ്ഡിതന്മാർ തങ്ങളുടെ മതവേദികളിൽ പരസ്പരം പഠിച്ചിരുന്ന അവസ്ഥ താരകവും കുതികാലുകളും സംഘടനവും സംഘർഷവും എല്ലാം കേരളത്തിന്റെ നിത്യ സംഭവമായി മാറിയിരുന്നു. ഗ്രോപ്പിസം നോക്കി സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അവസ്ഥ, ഗ്രോപ്പിസം നോക്കി സലാം പറയുന്ന അവസ്ഥ, ഗ്രോപ്പിസം നോക്കി പള്ളികൾ നിർമ്മിച്ച് അള്ളാഹുവിന്റെ ഭവനമെവിടെ എന്ന് ചോദിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് കേരള മുസ്ലിങ്ങളും എത്തിയിരിക്കുകയാണ്. പള്ളികളിലും മദ്രസകളിലും മക്ബറകളിലും അറബി കോളേജുകളിലും എന്ന് വേണ്ട നാട് നീണ്ട ഗ്രൂപ്പിസത്തിന്റെ പേരിൽ തമ്മിലെടുത്തുകൊണ്ട് മുസ്ലിം സമുദായം വേണ്ടാന്തരം പോലെ കീഴുകയാണ്. പടച്ച തമ്പുരാനെ ഏത് മാർഗത്തിലാണ് ആരുടെ കൂടെ കൂടിയാലാണ് ഞങ്ങൾക്ക് ആത്മസംസ്കരണം ലഭിക്കുക? ഈ ദുഃഖകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ പരിശുദ്ധ പാത വിജയത്തിന്റെ സൂത്രവാക്യം അത് ഗ്രൂപ്പിസമല്ല, പരസ്പരം സമയടിയല്ല, മറിച്ച് നമ്മുടെ വിജയത്തിന്റെ നിദാനം ആത്മസംസ്കരണത്തിന്റെ വഴി അത് പൂർവികർ സഞ്ചരിച്ച വഴിയാണ്. ഉമർക്കാരെല്ലാം തന്നെ ആത്മസംസ്കരണത്തിന് പരിശുദ്ധമായ ത്വരീഖത്താണ് ജീവിതത്തിന്റെ സുപ്രധാനമായ ഘടകമായി അവർ സ്വീകരിച്ചിരുന്നത് എങ്കിൽ അതാണ് നമ്മുടെ പാത. വിശുദ്ധ ത്വരീഖത്താണ് നമ്മുടെ പാത, ആധുനിക ത്വരീഖത്താണ് നമ്മുടെ പാത എന്ന് അതാണ് വിജയത്തിന്റെ സൂത്രവാക്യം, അതാണ് വിജയയുടെ അധ്യായമെന്ന് ഉച്ചയിത്രങ്ങൾ ഘോഷിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിന്റെ വഴികാട്ടിയായി തമ്മിലടിക്കുന്ന സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരു ഭൂമിയായി മാറിയ കേരളത്തിലേക്ക് സാധനീയത്തിന്റെ സന്ദേശവുമായിരുന്നു. ഇതാണ് പൂർവികർ സഞ്ചരിച്ച പാത, ഇതാണ് വിജയത്തിന്റെ സൂത്രവാക്യം, ഇതാണ് വിജയരഥ്യ, ഇതിലാണ് നമ്മുടെ വിജയം എന്ന് പഠിപ്പിച്ചുകൊണ്ട് മഹാനവരുടെ ആദര്യാത്മീയമായി കേരള ജനതയിലേക്ക് വരുന്നു. ആത്മസംസ്കരണ പ്രക്രിയ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. 33 വർഷത്തോളമായി അള്ളാഹു ദീർഘായുമാക്കിയുള്ള മാറാവട്ടെ. മഹാനവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 33 വർഷമായി. അതിനിടയിൽ കേരളീയമെന്ന് പറയട്ടെ, ചില ആളുകൾ പരിശുദ്ധമായി ത്വരീഖത്തിനെ ചില കല്യവർഗ നോയകളെ കൊണ്ടും കുപ്രചരണങ്ങളെ കൊണ്ടും വ്യാജമാണ് എന്ന് ചിത്രീകരിച്ചു. അവരുടെ കുപ്രചരണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടേ ജീരാനി പല ഭാഗങ്ങളിലും മറുപടി കൊടുത്തു. പരിശുദ്ധമായി ത്വരീഖത്തിനെതിരെ ആഘോഷവുമായി വന്നവന്റെ മുഴുവൻ വിദണ്ഡവാദങ്ങളും ജീരാനി സന്ദർഭത്തിന്റെ സമ്മേളനത്തിലൂടെ അടങ്ങി എന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ചിത്രം. അതിന് അവസാനത്തെ ഉദാഹരണം നമുക്ക് കാണണമെങ്കിൽ കോട്ടുമല സംഭവ വികാസം അതിന് അവസാനത്തെ തെളിവാണ്. കോട്ടുമലയിലെ കുറച്ചു മുമ്പ് കാന്തപുരം വിഭാഗം വിമർശിച്ചുകൊണ്ട് അതേ പരിപാടി വിമർശനങ്ങളെ ഇതിന്റെ വാദങ്ങളെയും യഥാർത്ഥ മുഖം വിശദീകരിക്കാൻ വേണ്ടി ജീരാനി ശരീരങ്ങൾ വീണ്ടും മറുപടി നൽകി. എന്നാലോ വീണ്ടും അവർ വിശദീകരണ സമ്മേളനം നൽകുന്നത് മാത്രമല്ല, പരിശുദ്ധമായ ത്വരീഖത്തിനെ കേരളത്തിൽ ഇന്നേ വരെ കേൾവിയില്ലാത്ത വിധത്തിൽ നീചമായി നികൃഷ്ടമായി കോട്ടുമൈകൊണ്ട് ത്വരീഖത്ത് വിശദീകരിക്കാൻ വന്ന അരബി സഖാഫി പുറത്തു കാന്തപുരം വിഭാഗത്തിന്റെ വലിയ മുഖാമുഖം ത്വരീഖത്തിനെ നീചമായി നികൃഷ്ടമായി സ്വീകരിച്ചു. മാത്രമല്ല ജീരാനി ബന്ധത്തിന്റെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി ത്വരീഖത്തുകാരുടെ പരിപാടി വെച്ചാൽ കൈകാലം വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞു. മുഴുവൻ ഭീഷണിയും പുല്ലും വില പോലും നൽകിക്കാതെ ജീരാനി ബന്ധത്തിന്റെ പ്രവർത്തകർ മറുപടി വെച്ചു. പോലീസിന്റെ പെർമിഷൻ എടുത്തു, പോസ്റ്റർ ഒട്ടിച്ചു. പക്ഷേ കാന്തപുരം വിഭാഗത്തിന്റെ കൊട്ടങ്ങളെല്ലാം ജനമതയെ തുറന്ന് കാട്ടുമോ എന്നവർ ഭയന്നു. എന്താ അവർ ചെയ്തത്? ഞങ്ങളുടെ വിശദീകരണ സമ്മേളനത്തെ പോലീസ് മേധാവികളുടെ
പിൻബലത്തോടു കൂടി തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ്, അതിദാരുണമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ ഏർപ്പാട് ചെയ്യുമോ? നിങ്ങളുടെ ആദർശപ്രാപ്തത്വം പോലീസ് മേധാവികളുടെ പിൻബലത്തോടു കൂടി ഞങ്ങളുടെ വിശദീകരണ സമ്മേളനം മുടക്കിയതിലൂടെ നിങ്ങളുടെ ആദർശപ്രാപ്തത്വം നിങ്ങൾ തന്നെ വിശദീകരിക്കുന്നു. കൂടുതൽ വിശദീകരണത്തിന് കോട്ടുമല നിവാസികളോട് ചോദിച്ചാൽ മതി. അവിടെ വിശദീകരിക്കാൻ വന്ന അലിസ്ലാമിയുടെ യോഗ്യതയില്ല. ആള് ഭീകരവാദം അടക്കാൻ ഉത്സാഹമാണ്. റമദാനിൽ വളാഞ്ചേരിയിരുന്നോ വിശദീകരിക്കാൻ ഞങ്ങളതിന് മറുപടി കൊടുത്തു. അപ്പോൾ പറഞ്ഞത് റമദാൻ കഴിയട്ടെ, അപ്പോൾ കാണാമെന്നാണ്. എന്തെയാണ് ഈ സഖാമി എനിക്കിപ്പോഴും റമദാൻ കഴിയില്ലേ? അലി സഖാമിയുടെ കൊള്ളത്തരങ്ങളിൽ ഒന്നാമത് തൊരീഖത്ത് നിർബന്ധമാണ്, എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് ചിലർ വാദിക്കുന്നു. ഈ വാദം ശരിയല്ല എന്നതാണ്. ആ പ്രശ്നം ലഭിക്കുന്ന നേതാവ് പോലും ഒരു പറഞ്ഞതാണ് തൊരീഖത്ത് നിർബന്ധമാണ് എന്ന് ചിലർ വാദിക്കുന്നു. ഈ വാദം ശരിയല്ല എന്ന്. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്? എന്റെയോ ഞങ്ങളുടെ തൊരീഖത്തിന്റെയോ അതല്ലെങ്കിൽ ശാന്തപ്ര വിഭാഗത്തിന്റെയോ അഭിപ്രായമല്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? മഹാനായ ഇമാം ശാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ നവാഖിൽ അൻവാറുൽ സുബ്ഹിയായ ഗ്രന്ഥമാണ്. ഇത് നിഷേധിക്കാൻ കഴിയില്ല. ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിൽ മഹാനായ ഇമാം ശാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്താണ് തൊരീഖത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? വകദാലിക ആദ്മ അഹ്ലുസുന്നത്തി അലാ വജൂബി ഇത്തിഹാദിൽ ഇൻസാനി ലഹു ശൈഖൻ. എന്താ പറഞ്ഞത്? വകദാലിക അജ്മ അഹ്ലുസുന്നത്തി തൊരീഖത്തിന്റെ മുഴുവൻ ആളുകളും ഏകാഭിപ്രായക്കാരാണ്. ആരാണ് തൊരീഖത്തിൽ അഭിപ്രായം? മഹാനായ ഖുതുബുൽ അസ്ഹാബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, മഹാനായ ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു, സുൽത്താൻ ഇബ്നു ഖാജ മുഹ്യിദ്ദീൻ ജിലാനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ലോകത്തിൽ കടന്നു പോയിട്ടുള്ള മുഴുവൻ ഔലിയാക്കളും ഏകാഭിപ്രായക്കാരാണ്. ഒരാളുടെ ശൈഖിനെ പിൻപറ്റൽ നിർബന്ധമാണെന്ന് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ ഔലിയാക്കളും പറയുന്നു. അലി സഖാഫി പറയുന്നു, ഈ വാദം ശരിയല്ല. ലോകത്ത് ഔലിയാക്കളുടെ മുഴുവൻ വാദവും ശരിയല്ല. ഇത് കണ്ടുകൂടെ പറയല്ല. കണ്ടുകൂടിയാണെന്നെങ്കിൽ നാളെ നമുക്ക് പോട്ടെ, രാമനാണെന്നെങ്കിൽ പോട്ടെ. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശദീകരിക്കുന്നവരാണ്, പ്രചരിച്ചാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് തുറന്നു പറയണം. അല്ലെങ്കിൽ നിന്റെ വാദം നീ ആരെ കുറിച്ച് ആ വാദം ശരിയല്ല എന്ന് പറഞ്ഞത് നമ്മൾ ആരെ തുടങ്ങിക്കണം? നിഷ്പക്ഷ ബുദ്ധിയ ഓരോരുത്തരും വിധിക്കുക. അല്ലെങ്കിൽ തന്നെ പറയുന്നു തൊരീഖത്ത് എല്ലാവർക്കും നിർബന്ധമാണ് എന്ന വാദം ശരിയല്ല. ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ഔലിയാക്കളും പറയുന്നു നിർബന്ധമാണ്. ആരെ കൂടെ നിൽക്കണം? ഇനി ഇവർക്ക് മഹാന്മാർ പറഞ്ഞിട്ട് ഒഴിവാക്കില്ല, എന്തെങ്കിലും ന്യായം ഉണ്ടാവും, ന്യായങ്ങളുണ്ടാവും. എന്നാൽ ഇവരുടെ നേതാവ് സാധാരണ മീനാനി തോന്നേണ്ടതല്ല, സാക്ഷാൽ കാന്തപ്പെട്ട വിഭാഗം നടത്തുന്ന സുന്നി വോയിസാണ്. സുന്നി വോയിസ് ഇതിന്റെ എഡിറ്റർ കാന്തപുരം പബ്ലിഷർ കാന്തപുരം ആലോചന ഈ പഠിച്ചത് കൊലുമണ അബ്ദുൽ ഖാദിർ എന്ന് മാറ്റി കാര്യമില്ല. അല്ലെ, എന്താണ് എഴുതിയിരിക്കുന്നത്? അല്ലെങ്കിൽ നിർബന്ധമാണെന്നുള്ളതാണ് ശരിയല്ല. ഈ സുന്നി പോലെ എഴുതിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ പരിശുദ്ധിയാണ് തൊരീഖത്തിന്റെ ഫലമെന്ന് നമുക്കറിയാം. ഇത് മനുഷ്യന്റെ ആത്യന്തിക വിജയത്തിന് അനിവാര്യമാണ്. ആരാ പറയുന്നത്? ഇത് നിഷേധിക്കാൻ കഴിയില്ല. ഇത് എഴുതിയത് ഇല്ലാതാണല്ല. ആരാ? ലേഖകൻ കാന്തപുരം നിന്റെ വാദത്തിന് സ്വന്തം നേതാവിന്റെ പോലും പിൻബലമില്ലായി നടത്തണം. നേതാവിന്റെ വാദം ശരിയല്ലായില്ല. സ്വന്തം നേതാവിന്റെ പോലും പിൻബലമില്ലെങ്കിൽ കിതാബോധാരണ മനസ്സിലേക്ക് കേവലം ഒന്ന് മലയാളത്തിൽ എഴുതിയ എന്തെങ്കിലും ഒന്ന് വായിക്കേണ്ടിയിരുന്നു. കിതാബ് പോലും ശരിയാതെ
സ്വന്തം പ്രസ്ഥാനത്തിന്റെ വാരിക പോലും വായിക്കാതെ വോട്ടുമലയിൽ തൊഴിൽ വിശദീകരിക്കാൻ വന്നവന്റെ യോഗ്യത. ഇതാണ് അവന്റെ യോഗ്യത. എത്രമാത്രം വിവരമുണ്ട്, പക്ഷേ അതിലേറെ വിവരക്കേടാണ്. രണ്ടാമത് കണ്ടെത്തണം പ്രകാശനാളികൾ 131 പേജ് പ്രകാശധാര കാൽ നൂറ്റാണ്ടിന്റെ കർമ്മസാക്ഷ്യം പ്രകാശധാര. മമ്പുറത്തുനിന്ന് ഇവരുടെ പള്ളിയുടെ 25-ാം വർഷത്തെ നടത്തിയതാണ്. ഈ പുസ്തകത്തിന് 131 പേജ് ഒരു ശേഖരയും സ്വീകരിക്കാതെ ശരീരത്ത് പ്രകാരമുള്ള ആളുകൾ കൊണ്ട് മാത്രം പാരമ്പര്യ വിജയം വൈകില്ലെന്ന ജന്മനം വിവരക്കേടാണ്. എന്താ പറഞ്ഞത്? ഒരു ശേഖരയും സ്വീകരിക്കാതെ ശരീരത്ത് പ്രകാരമുള്ള ആളുകൾ കൊണ്ട് മാത്രം പാരമ്പര്യ വിജയം വൈകില്ലെന്ന ജന്മനം വിവരക്കേടാണ്. ഇതാണ് അലി പ്രകാശധാരയിലെ 131 പേജിൽ എഴുതിയിരിക്കുന്നത്. ശേഖരം സ്വീകരിക്കാതെ പരലോക രക്ഷ സാധ്യമാണോ? എന്താണ് ഇതിനെ കുറിച്ചുള്ള അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം? മഹാനായ അശേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ റബ്ബാനിയാണ്. ഇതിനെ 118 പേജിൽ മൊഹീദ്ദീൻ എന്ന് പറയുന്നു, ഇദാ ലം തസ്തബിൽ കിതാബ വസുന്നത വനസ്യുഖൽ ആരിഫീന ബിഹിമാ ഫമാ തുബിഹു അബദാ. എന്താ പറഞ്ഞത്? ഖുർആനും ആരിഫീങ്ങളായ ശൈഖന്മാരെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ജയിക്കില്ല. ശൈഖിനെ പിന്തുടരാതെ ഒരിക്കലും ജയിക്കില്ല എന്ന് ഖുതുബിൽ അൻസാബ് ശൈഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല ഫത്വ റബ്ബാനിയുടെ പറയുമ്പോൾ സാക്ഷാൽ അലവി പറയുന്നു, ഇത് വിവരക്കേടാണ്. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിവരല്ല, അരിഫത്താബിൽ വല്ലാത്ത വിവരം. ആരെ കുറിച്ചാണ് വിവരക്കേട് എന്ന് പറഞ്ഞത്? മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിവരക്കാണെന്ന് ഇവനാണത്തെ സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കുന്ന ആൾ. ശൈഖിനെ പിൻപറ്റാണ് വിജയം സാധ്യമല്ല. ആര് പറയുന്നു? മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അലിസ്ലാമി എന്ന് പറയുന്നു, ഇത് വിവരക്കേടാണ്. നാം ആരുടെ കൂടെ നിൽക്കണം? ആരുടെ കൂടെ നാം നിൽക്കണം? ഇത്രയും അപകടജനകമായ കാലമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരെ അലിസ്ലാമി പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ടു. കാരണം അത് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നേരെ അർത്ഥത്തിലേക്കാണ്. എന്നാൽ നിങ്ങൾ മൊഹീദ്ദീന്മാരെ നിങ്ങൾ അംഗീകരിക്കുന്നവരാണോ? നിങ്ങൾ പക്ഷേ ചോദിച്ചേക്കാം, മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏത് അടിസ്ഥാനത്തിൽ പറഞ്ഞു? നിങ്ങൾ മാറുകൾക്ക് വേണ്ടി തെളിവുണ്ടാക്കുന്നവരാണ്. മൊഹീദ്ദീന്മാരെ പറഞ്ഞു, ചൊല്ലിയില്ല ഞാനെന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എന്റെ ആവാനില്ലാതെന്നോ പറഞ്ഞു. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശൈഖിനെ സ്വീകരിക്കാതെ വിജയം വരിക്കില്ല എന്ന് പറഞ്ഞത് കേവലം എടുത്തു പറഞ്ഞതല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞു എന്നോട് ഈ കാര്യം പറയാൻ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എങ്ങനെ പറയാൻ? എവിടെ പറഞ്ഞു? മൊഹീദ്ദീന്മാരിൽ പറഞ്ഞു. ഇനി നിങ്ങൾ മൊഹീദ്ദീന്മാരെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വഹാബികളുടെ സ്റ്റേജാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിവരക്കേടാണ് എന്ന് പറഞ്ഞ അലവി പ്രതാപി, നിന്റെ പേരാണ് വിവരക്കേട്. ഇവൻ അലവി പ്രതാപിയല്ല, അലവി ബീവിയാണ്, അലവി വിദ്യയാണ്. ഈ വാദത്തോട് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിവരക്കേടാണ് എന്ന വാദത്തോട് ശാന്തപ്രതി വാദത്തിന് യോജിപ്പുണ്ടോ? എന്തിനാണ് ഇങ്ങനെ പേര് നടക്കുന്നത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കെതിരെ കൊതിര കടന്ന ഇവന്മാരെ പേര് നടന്നാൽ നാളെ ഇവനെ പേടിയാൽ പേടിയവനും നാവുമെന്ന പൊതു തത്വം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിനും ഗുരുതരമായ പ്രത്യേകമാകും. അതുകൊണ്ട് ആ വാദം ശരിയല്ല, കൊള്ളത്തരമാണ്, അബദ്ധജനകമാണ്, അഖിലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരെയുള്ള ലക്ഷണമാണ്. എന്നാൽ ഇപ്പൊ നാടന്മാരോട് സംശയം ഉണ്ടാകും, അലവിമാർക്ക് അങ്ങനെ പറയും. മൂല്യമാരൊക്കെ നാടന്മാർക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ, മൂല്യമാരൊക്കെ ഇപ്പൊ അങ്ങനെ പറയും. മൂല്യത്തേക്ക് നാല് വിവരം കേൾക്കുന്നു.
മുൻപ് ഇതുവരെ അംഗീകരിക്കാതിരിക്കില്ല. കാരണം മൂപ്പരുടെ പ്രസംഗത്തിൽ ഒരു തെളിവായിട്ട് കൊണ്ടിരിക്കും. തന്റെ മുൻ സഹപാഠിലെ 13ാമത്തെ പേജിൽ പറയുന്നു, ആദ്യ സമാജത്തിലെ മൂല്യമാരുടെ എന്താണ് അള്ളാഹുവിന്റെ മസായമായിപ്പെട്ട ഒരു ശൈത്താനെ ഒഴിഞ്ഞിരിക്കുന്നതായി കണ്ടു. വെള്ളത്തിക്കാലിൽ ആരെയും ഒന്ന് ബുദ്ധിമുട്ടാക്കാതെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരിക്കുക. അതിനാ ചെയ്ത് ചോദിച്ചു, ഇപ്പൊ താഴെപ്പാണ് ശരി പോയി അല്ല ചെയ്താൽ എന്താ ഒഴിഞ്ഞിരിക്കുന്നത്, എന്താണ് ഒഴിഞ്ഞിരിക്കുന്നത്? അതിൽ അങ്ങനെ ചോദിച്ചപ്പോൾ ശൈത്താൻ എവിടെ പറഞ്ഞത്, ഈ കാലഘട്ടത്തിലുള്ള മോര്യമാര് കല്ലുടയമാരല്ല, വ്യഭിചാരികളല്ല, ഈ കാലഘട്ടത്തിലുള്ള മോര്യമാര് വൃത്തികെട്ട മോര്യമാരെ എന്നെ വല്ലാത്ത സഹായമാണ് സഹായിക്കുന്നത്. ആരെ മോര്യമാരെ തീർന്നില്ല. മാത്രമല്ല അതുകൊണ്ട് പിഴപ്പിക്കുന്ന കാര്യത്തിൽ ആര് ഏറ്റെടുത്തുകളെ മോര്യമാർ ഏറ്റെടുത്തുകളെ, അതുകൊണ്ട് എനിക്കിപ്പോ ഒരു പണിയില്ല. ആര് പറയുന്നത് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്താ വീട്ടിന് പണി ചെയ്യണം? പിഴപ്പിക്കണം. വിജയിക്കാനുള്ള മാർഗം എന്താണ്? ഷെയ്ഖിനെ പിടിച്ചാലേ ജയിക്കാൻ കഴിയുള്ളൂ. ഷെയ്ഖ് വേണ്ടാന്ന് പറഞ്ഞാൽ ഏർപ്പാടാ, ഷെയ്ഖാൻ ഏർപ്പാടാണ്. അതിപ്പോൾ നിർവഹിക്കുന്നതാണ് കാറ്റാണ്, അലവിലാണ്. അത് ആരുടെ ജോലിയാണ്? ഷെയ്ഖാന്റെ ജോലിയായിരുന്നു. ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അലവിലാണ്. ഇവരീതിന് ഷെയ്ഖാന് പണിയില്ല എന്നർത്ഥം. അത്രയും അലവി സഹാബി തന്റെ വിശദീകരണ സമ്മേളനത്തിലൂടെ തരം താണ്ടിരിക്കുകയാണ്. വൃത്തികെട്ട ഏർപ്പാടായി പോയി, ഗുരുതരമായി പോയി, മാമ്പഴം കണ്ടതാണ്. അതുകൊണ്ട് ആ മാർഗം ശരിയല്ല. ശരിക്കനെ സ്വീകരിക്കാതെ വിജയം സാധ്യമേ അല്ല. ഞാൻ പറഞ്ഞതെല്ലാം പറയുന്നു, അത് പൊള്ളത്തരമായി പോയി. മൂന്നാമത്തെ ത്വരീഖത്ത് എന്നത് എല്ലാ ആളുകൾക്കും നിർബന്ധമാണ് എന്നത് ശരിയല്ല. സാധാരണക്കാർക്ക് ത്വരീഖത്ത് നടക്കൂലാണ്. സാധാരണക്കാർക്ക് ത്വരീഖത്ത് നടക്കൂലാണ്. മഹാനായ ഇമാം ശാരായി റഹ്മത്തുള്ളാഹി തന്റെ ദവാഇഉൽ കുറിച്ച് 9ാമത്തെ പേജിൽ പറഞ്ഞത്, വകദാലിക അദ്മ അബ്റുരി കലാ വിജൂബി ഇസ്തിഖാദിൽ ഇൻസാനി ലൈസലഹു അലാഹു. മനുഷ്യൻ എന്ന് ആരെക്കുറിച്ചെല്ലാം പറയാൻ പറ്റുമോ അവർക്ക് മുഴുവൻ അലവിദാവിന്റെ മനുഷ്യന്മാരെ കൂടുതൽ ആണെന്നാണ് നമ്മുടെ ധാരണ. പുറത്താണ് നമുക്കറിയില്ല. മനുഷ്യരെന്ന് ആരെക്കുറിച്ചെല്ലാം പറയാൻ പറ്റുമോ അവരുടെ പേരിലെല്ലാം സ്വീകരിക്കൽ നിർബന്ധമാണ്. അലവിദാവ് എന്ന് പറയുന്നു, അങ്ങനെ നിബന്ധനയില്ല. നാം ആരെ സ്വീകരിക്കണം? ഷാറായെ സ്വീകരിക്കണോ? അലവിദാവിനെ സ്വീകരിക്കണോ? കിതാബ് ഓതാതെ കഥ പറയാമെന്നിരിക്കണം. അത് വിവരങ്ങളായിട്ട് മാത്രമല്ല, നിങ്ങൾ പ്രസിദ്ധീകരണത്തിനെ കുറിച്ച് പറയുന്ന ത്വരീഖത്ത് എല്ലാവർക്കും അലവിദാവിയുടെ കൊള്ളത്തരത്തിലെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിവരം പോലും ഇല്ല എന്ന് സുന്നി മൊഴി നേരത്തെ കാണുന്ന സുന്നി മൊഴിയിലെ 10-11ാമത്തെ പേജിൽ പറയുന്നു, സാധാരണക്കാരനോ ത്വരീഖത്തിന്റെ മാർഗ്ഗങ്ങൾ വരച്ചു കാണിക്കാൻ പ്രസിദ്ധവുമായ ഗ്രന്ഥത്തിന്റെ ഇതിവൃത്തം ഇതിലും മതിയായ രേഖയാകുന്നു. എന്ത് സാധാരണക്കാരൻ ത്വരീഖത്തിന്റെ മാർഗ്ഗങ്ങൾ വരച്ചു കാണിക്കാൻ ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച അദ്കിയാൽ അതിന്റെ രേഖയാണ്. ആരെ എഴുതുന്നത്? സാക്ഷാൽ കാന്തപുരം. എന്താ എഴുതിയത്? സാധാരണക്കാരന് ത്വരീഖത്താണ്. അതാണ് കീഴ് പറയുന്നത്. നമ്മളെ അലവിദാവി എന്ന് പറയുന്നു, അങ്ങനെ ഒരു നിബന്ധനയില്ല. കിതാബ് ഓതാൻ എനിക്ക് സൗകര്യമില്ലെങ്കിൽ എന്റെ പ്രസ്ഥാനത്തിന്റെ മലയാള വായ്പ പോലും ഒന്ന് വായിച്ചുകൂടായിരുന്നോ? സ്വന്തം പ്രസ്ഥാനത്തെ കുറിച്ച് പോലും വിവരമില്ലാത്ത ഇവനെ നിങ്ങൾ എന്തിനാണ് ത്വരീഖത്ത് വിശദീകരിക്കാനുള്ളത്? കാന്തപുരത്തിന്റെ വാദത്തിന് എതിരാണ് അലവിദാവിയുടെ വാദം. ഈ ഗ്രന്ഥത്തിൽ
കാന്തപുരത്തോടെയാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ നിന്നതിന് അടിവരാണ്. അതുകൊണ്ട് ത്വരീഖത്ത് എല്ലാവർക്കും നിർബന്ധമാകുന്നത് ആ വാദം ശരിയല്ല, സാധാരണക്കാർക്ക് നടക്കൂല എന്നത് പറഞ്ഞത് തനി വിഡിത്തമാണ്, അബദ്ധമാണ്. അത് കൊള്ളത്തരത്തിന് അലിവിത്തക്കാവിലെ കൊള്ളത്തരത്തിൽ നാലാമത് മുൻഗാമികളായ ആളുകൾക്ക് ത്വരീഖത്ത് വെടിഞ്ഞായിരുന്നു ജീവിച്ചത്. ത്വരീഖത്തുകാരൻ പ്രകാശകാരികൾ 135 പേരിലെ അലവിത്തക്കാപ്പി പുറത്തുവരുന്നത്. ഇതുകൊണ്ടാണ് പറയാം. മുൻഗാമികളായ സാധാരണക്കാരും മറ്റും ശരീരത്തിന്റെ പണ്ഡിതന്മാരെ അംഗീകരിച്ച് അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കടത്തി അവരുമായി സഹകരിച്ച് ത്വരീഖത്തുകൾ വെടിഞ്ഞ് ജീവിക്കാനുണ്ടായ കാരണം പൂർവികരെ ത്വരീഖത്ത് വെടിഞ്ഞു ജീവിച്ചു എന്ന് അലവി തക്കാപ്പി എഴുതുന്നു. നിഷേധിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണം അല്ലാതെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അലവി തക്കാപ്പിയാണ് പൂർവികർക്ക് ത്വരീഖത്തിലായിരുന്നു സാധാരണക്കാർ അകന്നാണ് ജീവിച്ചത്. എന്നാൽ ഇവരുടെ മാസികയുടെ ഓണറ്റീം ടീംപടിച്ച ഡോക്ടർ ഹുസൈൻ എണ്ണത്താൻ ഇവരുടെ പ്രസ്ഥാനത്തിന് നേതാവാണ്. ഡോക്ടർ ഹുസൈൻ എണ്ണത്താൻ തന്നെ ഇസ്ലാം സൂഫിസം ജിഹാദ് എന്ന പുസ്തകത്തിന്റെ 252 പേജ് കാദിരി മാർഗം കേരളത്തിലെ നാനാഭാഗത്തും എത്തുന്നു. പൊന്നാനിയിലെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കേരളത്തിന്റെ നാനാഭാഗത്തും പ്രബോധനത്തിന് നേതൃത്വം വഹിക്കുന്ന ശിഷ്യന്മാർ അതാതികളിൽ കാദിരി സദസ്സുകൾ സ്ഥാപിച്ചു. പണ്ഡിതന്മാർക്ക് പുറമെ കച്ചവടക്കാരും സാധാരണക്കാരുമൊക്കെ മഖ്ദൂമിന്റെ മുരീദുമാരായിരുന്നു, അഥവാ ആത്മ ശിഷ്യന്മാരായിരുന്നു. ഇത് ത്വരീഖത്തിനാണ് എഴുതിയതല്ല, ജിലാനി സന്ദേശമൊന്നുമല്ല, എന്റെ വക അഭിപ്രായമല്ല, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നതനായ ആൾ എഴുതിയതാണ്. കിതാബ് ശരിയില്ല എന്നതിന്റെ പുറമെ ചരിത്രപരമായ സാമ്പരത്വം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വാദമാണ് അലവി തക്കാപ്പി മുൻഗാമികൾക്ക് നടത്തിയത്. അത് ശരിയായില്ല. മുൻഗാമികളുടെ ത്വരീഖത്തുണ്ടായിരുന്നവരെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നേതാക്കൾ എന്ന് പറയുന്നു. അലവി തക്കാപ്പിക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നാടന്റെ പോലും പിന്തുണയില്ലെങ്കിൽ എന്തിനെ കൊണ്ട് അത് നടക്കണം? എന്റെ പിതാവിന്റെ ചരിത്രം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എന്റെ വലിയപ്പാന്റെ രേഖയുണ്ടായിരുന്നു. എന്റെ ഉമ്മാന്റെ ചരിത്രം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അവർക്ക് രേഖയുണ്ടായിരുന്നു. അല്ലെ, നിങ്ങളുടെ പൂർവികന്മാരുടെ പിതാക്കന്മാരുടെ ചരിത്രം അന്വേഷിക്കുക. അവരെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ കണ്ണിയിൽ പങ്കിതമായിരുന്നു, ത്വരീഖത്തിൽ ചേർന്നവരായിരുന്നു. പൂർവികരോടെന്ന കളവാണ് അലവി തക്കാപ്പി നടത്തിയിരിക്കുന്നത്. താനി പൊള്ളത്തരമാണ്, ചരിത്രപരമായ മാതൃത്വമാണ്, ഗുരുതരമായ തെറ്റായി പോയി. പൂർവികരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അത് ശരിയായില്ല. അതുകൊണ്ട് അലവി തക്കാപ്പിയുടെ കൊള്ളത്തരങ്ങളിൽ നിന്നും അഞ്ചാമത് ത്വരീഖത്ത് എല്ലാവർക്കും നിർബന്ധമില്ല എന്ന് ഷാരിയാത്തി അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഷാരിയാത്തിയുടെ ഫതാവയിൽ ത്വരീഖത്ത് എല്ലാവർക്കും നിർബന്ധമില്ല എന്ന് പറഞ്ഞതായി ഒരു രേഖ തെളിയിക്കാൻ സാക്ഷാൽ അലവി തക്കാപ്പി കൊളത്തൂർ തയ്യാറാണ്. കൊണ്ടുവന്ന തെളിവുകൾ സ്വീകരിക്കലും സ്വീകരിക്കലും എന്തൊക്കെ നോക്കിയതാണ്. സ്വീകരിച്ചാലും വെക്കലും അർത്ഥമറ്റാണ്. പാവം പോട്ടെ, എന്താ അറിയില്ല, എന്ത് കുടിച്ചിട്ടാണ് ഭക്തരൊക്കെ അത് പ്രസംഗിക്കാൻ വന്നിട്ടുള്ളത് എനിക്കറിയില്ല. കാരണം ആദ്യം പറഞ്ഞ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഈമാൻ ഇസ്ലാമിൽ 3 കൂടിയതാണ്. അത് 3 എല്ലാവർക്കും വേണ്ടേ? കുറച്ച് പോലെ അത് എല്ലാവർക്കും മനസ്സിലാവില്ല. ആദ്യം പറഞ്ഞ അവസാനം മറക്കണം. എന്തോന്ന് കുടിച്ചിട്ടുണ്ടാവും അള്ളാഹ്, അല്ലെങ്കിൽ ചില വയസ്സന്മാർക്കുണ്ടാകുന്ന പ്രവർത്തനം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി മുമ്പ് കൊണ്ടുവന്ന തെളിവ് സായാജ്ഞയോട് ചോദിക്കാൻ ശൈഖിനെ സ്വീകരിക്കാൻ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷാനിയാത്തെ കുറിച്ച് മറുപടി അത് ചർച്ചയായ നിർബന്ധമല്ല. ഇത് വായിച്ചിട്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് ഷാനിയാത്ത് പറയുന്നത് നിർബന്ധമില്ല എന്നാണ്. വാക്യം വായിക്കണം. വാക്യം വായിച്ചിട്ടുണ്ട്.
ഇത് ബാല്യത്തിപ്പോ ഉദ്യോഗം എന്നത് വായിച്ചു. പക്ഷെ എന്തിനാണ് നീ അതിന് അർത്ഥം മോഷിച്ചത്? നീ എന്തിനാണ് അർത്ഥം മോഷിച്ചത്? കക്കാനാണ് ചോദിയെങ്കിൽ നാവിലെ നടന്ന് വേറെ വല്ലതും കണ്ടാക്കുവായിരുന്നോ? മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്ന് മോഷിക്കണം. എന്താ ഇതിന്റെ അർത്ഥം? ശേഖനെ ചർച്ചയായ രൂപത്തിൽ സ്വീകരിക്കാൻ നിർബന്ധമില്ല. ജാമ്യാത്തിൽ നിർത്തിയിട്ടില്ല. എന്താ അർത്ഥത്തിന് അർത്ഥം കൊടുക്കുക? യജിബോ എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ സഖാവികളെ നമുക്ക് കാണാനോ? സഖാവികളെ മൊത്തം പോലെ ഇങ്ങനെയാ? എന്തിനാണ് കൂടുതൽ വീതം കൊടുത്തത്? ഇങ്ങനെയാണെങ്കിൽ വീതം കൊടുത്ത ഒരവസ്ഥ എന്തായിരിക്കും? അല്ല എന്തെങ്കിലും അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിർബന്ധമില്ലായിരുന്നു. നിനക്ക് എവിടെ വൈദ്യമായ ഇമാം ജാമിയാത്തിയുടെ ധാർമ്മികമായി ഒരു അവകാശവുമില്ല എന്ന് സാമൂഹികമായി ബുദ്ധിമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജാമിയാത്തിനെ പറഞ്ഞിട്ടില്ല അല്ലെ? സമർത്ഥമായ മോചനമാണ് നടത്തിയിരിക്കുന്നത്. മുഖാമുഖീയതല്ല, മോഷ്ടാക്കൾ വലിയതാണ്. അല്ലെങ്കിൽ സദാഫിയല്ല, അല്ലെങ്കിൽ ദഫീയാണ്. മാത്രമല്ല മോഷ്ടാക്കൾക്ക് മാതൃകയാണ്. അല്ലെ ബോധ്യമാക്കാൻ പറഞ്ഞാണ്. ഞാൻ വിരുദ്ധം പഠിക്കാതെ പറഞ്ഞേ ഒഴിഞ്ഞിരിക്കുകയാണ് അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽ ഉമ്മ പത്രികകളുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറഞ്ഞതായി ഒരു രേഖ തെളിയിക്കാൻ പറ്റും. കളവ് പറയാം, ഏറെപ്പെട്ടരം പറയാം. അതായത് വേറെ എന്തെങ്കിലും നമുക്ക് പോരാ പറയാം. നാലാമത് വളരെ നെതിരിയായ പോലെ നിർബന്ധമാണ് അല്ലെ? ഈ നെതിരി പഠിപ്പിക്കണമെങ്കിൽ വേറെ വളർച്ച പഠിപ്പിക്കാം. അതുകൊണ്ട് സാനിയാസ് എങ്ങനെ പറഞ്ഞിട്ടില്ല. സാനിക്കാമാണ് സാനിയാസിക്കെതിരെയുള്ള വിചാരോപണമാണ് ഗുരുതരമായിട്ടുള്ളത്. അവിഭക്ത സമസ്തയിൽ ആളുകൾ കേൾക്കുന്നത് രണ്ടേ ഭാഗം സമസ്തകളാണ് കേൾക്കുന്നത് നല്ലതാണ്. സാനിയാസിയോട് എത്രത്തോളം സ്നേഹമറിയല്ലോ. നമ്മൾ സഭ നേതാക്കളാണ് പറയും. ഷാനിയാസിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തൊഴിലത്തെ കാര്യത്തിലൊക്കെ പറയാൻ വേണ്ടി മൂല്യശേഖരമാണെങ്കിലും ലോകത്ത് കഴിഞ്ഞു പോയ അവ്യാസത്തെ മൂല്യം അപേക്ഷിച്ച് ഗുരുത്തകൾ എന്നല്ലേ എന്തെല്ലാം വൃത്തികളിൽ പറഞ്ഞു. അബദ്ധങ്ങൾ തീർന്നില്ല. ഇതിപ്പോ അവസാനം മോഷിച്ചത്. ഇനി മോശം വേറെ നടക്കേണ്ടത് ആരോപണം 6 കൊള്ളത്തരം 6 4 മതലോകങ്ങളിൽ കുറ്റമായിരുന്ന മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു കർമ്മശാസ്ത്ര പണ്ഡിതനെ ശരിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ അല്ലിയവാഹിദിനെ 93-ാമത് പ്രകാശനായ 135-ാമത്തെ പേജിലാണ് എഴുതിയിരുന്നത്. സമർത്ഥമായി പറഞ്ഞ നാളെ ഇതുകൊണ്ടാണെന്നുള്ള നാട്ടുപാട് ഏതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചവരാണ്. തന്റെ വിവാദത്തോടും മറ്റും ശരീരത്ത് പറഞ്ഞ പ്രകാരം വൈകല്യം വരുത്താതെ നിർവഹിക്കുകയാണെങ്കിൽ ഒരു ശരീരത്തിലേക്കും അവന് ആവശ്യമില്ല. അതുകൊണ്ട് 4 കുടുംബങ്ങളിൽ പ്രമുഖനായ ഇബ്രാഹിം കർമ്മശാസ്ത്രങ്ങൾ പഠിച്ച ഒരാൾക്ക് ശരീരത്തിന്റെ ആവശ്യമില്ല എന്ന് ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട്. അത്രേ യവാബിയുടെ ജവാബിലാണ്. എന്താണ് യാഥാർത്ഥ്യം? ജവാബിലാണ്. ഇബ്രാഹിം കർമ്മശാസ്ത്ര പണ്ഡിതനെ ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞതായി ഒരു രേഖയിലെ കാന്തപുരത്തിന്റെ വിശദീകരണക്കാരനായി ഉലകം തിരിക്കുന്ന അലവി സഹാബിക്ക് തെളിയിക്കാൻ കഴിയും. ആർക്കെതിരെ ആക്രമണം നടത്തിയത് ഒരു ജീവിതങ്ങളെല്ലാം വിവരക്കേടാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ആളുകൾ മാത്രമൊന്നും ശരിയെല്ലാം പറഞ്ഞു. ഇമാം ഷാനിയാസിനെതിരെ കല്ല് വെച്ച കളവ് കെട്ടി തമച്ചു. ഇപ്പോൾ 4 കുടുംബങ്ങളിൽ പ്രമുഖനായ ഇബ്രാഹിം കർമ്മശാസ്ത്ര പണ്ഡിതനെ ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. ശുദ്ധ കളവാണ്. കളവ് ആർക്കെതിരെ കളവാണ് പറഞ്ഞു? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? വസ്തുവ എന്ത് ചെയ്യുന്നത്? മൂപ്പർ നടത്തിയ മോഷണം. ഇതിന് പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ ആജ്ഞകൾ
വന്നിരുന്നുവെങ്കിൽ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ്. എന്ത് കർമ്മശാസ്ത്ര പണ്ഡിതൻ ന്യൂനതയില്ലാതെ അമലുകൾ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഷെയ്ഖിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ഇതിനെന്ന് ഏതാളും ഒരുക്കണം. എന്താണ് ഷെയ്ഖാൻ പണ്ഡിതന്മാർ അങ്ങനെ ന്യൂനതയില്ലാതെ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഷെയ്ഖിന്റെ ആവശ്യമുണ്ട് എന്നത് ബുദ്ധിയുള്ള ഒരാളുകൾ. ഇതുപോലെ അറബിക്കഥാവ് ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ മറുപടി പറയേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് അറബിക്കഥാവിനെ കുറെ കപാലെന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി പറയേണ്ടി വന്നത്. അതിനെ ശൈലിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതൻ ന്യൂനതയില്ലാതെ വിവാദത്തിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഷെയ്ഖിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഏത് മന്ദബുദ്ധിക്കും തിരിയുന്ന പോലത്തിൽ ശേഷം വിശദീകരിക്കുന്നു. പക്ഷേ കർമ്മത്തിൽ നിർത്തിയില്ല. ഇവരായിരുന്നു കർമ്മശാസ്ത്ര പണ്ഡിതൻ കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂനതയോടുകൂടിയാണ്. അതിനാൽ അവർക്ക് അനിവാര്യമായി ഈ ഭാഗം മനഃപൂർവ്വം കൊടുത്തു. ഇതിന്റെ പകുതി ഭാഗം മാത്രം കൊടുത്തു മാത്രം നയിച്ചാൽ അർത്ഥം വ്യാഖ്യാനം എന്ന് പറയും. കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചവരാൽ തന്റെ വാക്കുകളും മറ്റും ശരിയെന്ന് പറഞ്ഞ പ്രകാരം വൈകല്യം വരുത്താൻ നിർവഹിക്കുകയാണെങ്കിൽ ഒരു ശൈലിയിലേക്കും അവരുടെ ആവശ്യമില്ല. അവിടെ പറഞ്ഞ് നിർത്തിക്കുക. എന്താണ് അർത്ഥം ആദ്യം ചെയ്തത്? അർത്ഥത്തിലുള്ള മാറ്റം വരുത്തിയത്. കർമ്മശാസ്ത്ര പണ്ഡിതൻ അസൽ വിവാദത്തുകളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാണ് മാമിയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വിവാദത്തുകളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാണ്. ഒരു മാറുന്നാണ് ശരണയാർത്ഥികളെയും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവരെന്നാർത്ഥം വലിയത്. കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചവരാണ് അവന്റെ വിവാദത്തുകളും മറ്റും ശരിയെന്ന് പറഞ്ഞ പ്രകാരം വൈകല്യം വരുത്താതെ നിർവഹിക്കുകയാണെങ്കിൽ അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ മാന്യ പ്രയോഗിച്ച് മാന്യയുടെ അർത്ഥം ഒരു ലൗത്തായിരുന്നു എന്നാൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങൾ പഠിച്ചത്. കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നതിന്റെ അർത്ഥം നിർവഹിക്കുകയാണെങ്കിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തി. അല്ലെ, എന്തിനാ അർത്ഥത്തിൽ മാറ്റം വരുത്തിയത്? പകുതി മാത്രം കൊടുത്താൽ തന്നെ ഏതുവാണെന്ന് കിട്ടുക. പക്ഷേ പകുതി മോഷ്ടിച്ചത് അതിൽ നിന്ന് തടി രക്ഷപ്പെടുത്താൻ വേണ്ടി അർത്ഥമാക്കി ലാഭിക്കോ എന്നുള്ള ഭാഗം നീ എന്തിനാണ് മോഷ്ടിച്ചത്? ശേഷപ്പെട്ട ഭാഗം കർമ്മശാസ്ത്ര പണ്ഡിതനെ പോലും ചെയ്യുക വേണമെന്നാണ് ഇബ്രാഹിം പറയുന്നത്. ആ ഭാഗം നീ എന്തിനാ മോഷ്ടിച്ചത്? നിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. വഹാബികളിലേക്ക് ജനങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി മുഖാമുഖം നടത്തി സുന്നിയിൽ കയറി കൂടിയ വഹാബിയാളുകളോട് ഞാൻ നിന്നെ സംശയിക്കുന്നു. നീ ആരെ കുറിച്ചാ പറഞ്ഞത്? കുറിച്ച് പറഞ്ഞോ തീർന്നില്ല. ഷാനിമാമിനെ കുറിച്ച് പറഞ്ഞോ തീർന്നില്ല. ലോകത്ത് മുഴുവൻ കഴിഞ്ഞു പോയ കുറിച്ച് പറഞ്ഞോ തീർന്നില്ല. ഇപ്പോൾ നീ വിശുദ്ധ വചനത്തെ കാട്ടാൻ വേണ്ടിയിരിക്കുക. അല്ലെ, കട്ട് ഭൗതിഭാഗം മോഷ്ടിച്ചു. മോഷ്ടാക്കളിലാണ് സമർത്ഥനാണ്. എന്നാലും ഇവരിങ്ങനെ കത്തുമ്പോൾ ഞങ്ങളാകുന്നതാണ് വേറെ പണിക്ക് നോക്കിക്കൊടുക്കുന്നത്. പാവം കർത്താവിയുടെ മുമ്പേ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾക്ക് വലിയൊരു നേതാവിന്റെ ഒരു നേതാവിന്റെ മാതൃകയാണ്. ഞാൻ ഏറ്റവും ഇങ്ങനെ മോഷ്ടിക്കുമ്പോൾ അതിനാതെ ചെയ്താലിക്കണം. ഇതാണ് കാലപുരത്തിന്റെ തൊലീക്കത്ത് എന്ന പുസ്തകമാണ്. ഇസ്ലാമിന്റെ തൊലീക്കത്തല്ല, മൂപ്പര തൊലീക്കത്ത്. കാരണം ഇതിനുള്ള ഒരു പോസ്റ്റ്മോർട്ടം സ്വീകരിക്കട്ടെ, കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമല്ല. ഇത് 147 പേജ്. അറബി സർക്കാർ നോട്ടീസിനേക്കാളും സമർത്ഥമായ മാത്രമാണ് ഇത് നടത്തിയിരിക്കുന്നത്. 147 പേജിൽ ഇമാം ഇബ്രാഹിം കർമ്മശാസ്ത്രജ്ഞൻ അള്ളാഹു കൽപ്പിച്ച പോലെ ഇബാദത്തും ശർഅിയായ ആചരണം കൊണ്ടുവന്നാൽ പിന്നെ അവിടെ ചേർത്ത് വേണമെന്നില്ല. നാർത്തം
മറ്റുള്ള ഓരോ തെളിവ് പറയുമ്പോൾ മലയാളത്തിലെ ഓരോ തെളിവ് പറയുമ്പോൾ കിതാബിന്റെ വിവാദത പറയുമ്പോൾ പേജ് നമ്പർ പറയുന്നു പേജ് 85. അതിനതേപ്രകാരം തന്നെ ഇപ്പോഴത്തെ അറബി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും പേജ് നമ്പർ പറയുന്നത് അയവാക്കിയിട്ട് പരിചയമായിരിക്കുന്ന ഈ കണ്ട ഭാഗം കൊടുത്തുകൊടുത്ത് പേജ് നമ്പർ പറയുന്നില്ല. ആരെങ്കിലും കണ്ടുപിടിക്കൊന്നില്ലാത്ത കേരളം മുഴുവൻ കുതിരമട്ടാണെന്ന് പറഞ്ഞേ കാന്തപുരം ചിന്തിച്ചിട്ടുണ്ടാവും. മൂപ്പരോട് പറയാൻവേണ്ടി വരുന്നത് നിൽക്കുന്നില്ല. എന്താ പേജ് നമ്പർ കൊടുത്തില്ല? നമ്മൾ വിചാരിച്ചു പാവം വേഗമായ കായനല്ലേ എഴുതുമ്പോ നമ്മുടെ പേജ് നമ്പർ വിട്ടു പോയതിന്റെ കാലത്ത്. എന്നാൽ പ്രായമായിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കാനുള്ള തന്ത്രം ആകത്ത് നല്ലതുകൊണ്ട് അറബി കൊടുത്തേടത്തും പേജ് നമ്പർ കൊടുത്തില്ല. കേവലം മലയാളത്തിന്റെ വാക്ക് മാത്രമല്ല, അറബി കൊടുത്തേടത്തും ഇവർ കൊടുത്തില്ല. അല്ലെ, സമർത്ഥമായ മോശമാണ് നടത്തിയിരിക്കുന്നത് കാന്തപുരം. ഇവനെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയാക്കാൻ പറ്റുമോ? പോകട്ടെ, ഒരു ഗ്രാമസഭയുടെ സെക്രട്ടറിയാക്കാൻ പറ്റുമോ? കാരണം ഇബ്രാഹിം കിതാബാണ് നോക്കിക്കുന്നത്. ചില്ലറ മോശമല്ല. നമ്മുടെ നാട്ടിലെ കള്ളന്മാര് തോട്ടനൊക്കെ കത്തുള്ളൂ. അതത്ര വെള്ളിക്കൂടെ നാട്ടിലെ മൂല്യമാരെന്ന് നിൽക്കുന്നത് ഏറ്റവും വെള്ളിക്കൂടെ നാളെ ഇമാം അല്ല. അപ്പൊ ഏറ്റവും സൂപ്പർ കള്ളൻ കത്തുന്നുണ്ടെങ്കിൽ സൂപ്പർ നാളെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രാമസഭയുടെ സെക്രട്ടറി പോയി വാങ്ങാൻ പറ്റില്ല. കാരണം കിതാബിന്റെ ഭാഗത്ത് വരെ കക്കാൻ തയ്യാറാകാതെ പിന്നെ കാശിക്കാതെ ഏർപ്പാടുണ്ടോ? തീർന്നില്ല. അല്ലേർപ്പാടില് വലിയ രക്ഷപ്പാടില്ല. ഞങ്ങൾ ചെയ്യാതെ വന്നേക്കൊന്നല്ല. ഇവരുടെ പഠനത്തെ കുറിച്ച് വളരെ വ്യസനത്തോടുകൂടി ഒരു ലേഖനം എഴുതിയതാരാണ്? സെയ്ദ് ഹുസൈൻ മാറാനൂരി. മുമ്പ് കേരളത്തിലെ ജനപ്രതിനിധികളാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഇസ്ലാമിക രംഗത്ത് വളർന്നു വരുന്ന പുതിയ പ്രവണതകളെ ഏത് തരത്തിലാണ് നാം വീക്ഷിക്കേണ്ടത്? പണ്ഡിത നേതൃത്വത്തിന്റെ അവജയം തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു. വില ഒരു പണ്ഡിതന്മാര് അവിമർശ കേരളത്തിലെ ഓരോ മഹലിലും സാധാരണക്കാർക്കിടയിലും അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. ഒരു തവണ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും പോയിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മുജാവറുകളുടെ തീരുമാനം പറഞ്ഞു വന്നാൽ പുറത്തു വന്നാൽ അത് അംഗീകരിക്കാനും നടപ്പിലാക്കാനും മഹല്ലുകൾ അത്യുത്സാഹം കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിളർപ്പിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ നഷ്ടം കാര്യങ്ങളിൽ പരിശോധിച്ച് ആർജവത്തോടെ തീരുമാനമെടുക്കാനും മത്സരിച്ച് പണ്ഡിതർക്ക് നഷ്ടമായി എന്നുള്ളതാണ്. പണ്ഡിത സഭകളുടെ പിടി അഴിയുകയും അവർ പണക്കാരെ അമിതമായി ആശ്രയിക്കേണ്ടി വരികയും ചെയ്തത് കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. പണക്കാരെ ആശ്രയിച്ചാൽ ഇവരുടെ മൂല്യമാണ് ജീവിക്കുന്നത് എന്ന് ആര് സമ്മതിക്കുന്നു? സാക്ഷാൽ കാന്തപുരം വിവാദത്തിന്റെ പ്രസിദ്ധീകരണമായ അൽ-ഇർഫാനാണ് എഴുതിയിരിക്കുന്നത്. അല്ലെ, സമർത്ഥമായി മോചനം നടത്തി ഇതൊക്കെ ജനാലയുടെ ഉള്ളിൽ കൂടെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് മാത്രമല്ല, ഈ മോചനം നടത്തിയപ്പോൾ കോട്ടുമലയിൽ വെച്ചിട്ട് ആരുണ്ടായ പ്രശ്നം ഇതാണ്. കാന്തപുരത്തെ കുറ്റം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടൊരാളെ കണ്ടിട്ടില്ല എന്ന് 11-ാം വയസ്സിലും പ്രസംഗിച്ചപ്പോ അതിനെ ന്യായീകരിക്കാൻ അരവിന്ദനാഥ് ചെയ്ത ക്രൂര കൃത്യം നോക്ക് നിങ്ങൾ. കാന്തപുരം പഠിച്ചില്ല മക്കള്, മക്കള് കാന്തപുരത്തിന് അതിന്റെ ആവശ്യമില്ലോ വലിയ പ്രഖ്യാപന. എന്നിട്ട് കൊണ്ടുവന്ന ദൈവക്കാരോ മഹാനായ ഇബ്രാഹിം ലാക്കിന്ന പോയിന്ന ഭാഗം വേറെ, ഇപ്പുറത്ത് പറഞ്ഞത് വേറെ. ഇത് കർമ്മശാസ്ത്ര പണ്ഡിതൻ വിവാദത്തിലുള്ള ന്യൂനതയോട് കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഭാഗം വേറെ, ലാക്കിന്ന എന്ന് പറയുന്നത് വേറെ. സാധു നിന്റെ ഒരു സംഭാവന അറബിയിലേക്ക് ലാക്കിന്ന കൊണ്ട് ചുങ്ക കൊടുക്കുമോ? നീ കാമിൽ സഖാഫിയാണോ? നീ സഖാഫിയാണോ? അല്ല നാഫിയാണോ? ലാക്കിനെ കൊണ്ടാണെങ്കിലും ചുങ്ക തുടങ്ങാറുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പക്ഷേ ഞാനിവിടെ വിളിച്ചുകൊള്ളാനുള്ള കാരണം എന്ന് പറയുമ്പോൾ സുഖമില്ലാതെ അലി സഖാഫി ലാക്കിനെ കൊണ്ട് ചുങ്ക തുടങ്ങുമോ? ലാക്കിനെ കൊണ്ട് ചുങ്ക തുടങ്ങുമോ? അത് ഈ മർക്കത്തിൽ പോയി പറഞ്ഞാൽ മതി. ലാക്കിനെ മുമ്പ് അറബിയിലെ സംഭാവനയാണ്. അറബിയിലെ ലാക്കിനെ തുടങ്ങിയിട്ടുണ്ട്. അത് അറബിയിലേക്കുള്ള സംഭാവന വേണ്ട, കുതിരവട്ടത്തേക്ക് സംഭാവന ചെയ്തോ? കേരള മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യമല്ല.
ചാക്കിനെ പറഞ്ഞത് വേറെ എന്തോ ഒരു സൂത്രമൊക്കെ കക്കാൻ കഴിയാതായിരുന്നു മാത്രമല്ല കണ്ടത് ന്യായീകരിക്കുകയും ചെയ്യുക.